ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വരുമാന വർധനയ്ക്കുള്ള മാർഗ്ഗങ്ങളും ഉൾപ്പെടുത്തി 2025-26 സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. വയനാട് പുനരധിവാസത്തിന് 750 കോടി രൂപ, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിക്കും, കരാർ ജീവനക്കാർക്ക് 5% വേതന വർധന. തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം ആരംഭിക്കും. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ വികസന പദ്ധതി നടപ്പാക്കുമെന്നും ധനമന്ത്രി. സംസ്ഥാനത്തെ കോടതി ഫീസുകൾ പരിഷ്കരിക്കും. ഭൂനികുതി സ്ലാബുകളിൽ 50% വർധന. നവകേരള നിർമ്മാണത്തിന് കുതിപ്പ് നൽകുന്നതാണ് സംസ്ഥാന ബജറ്റെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ബജറ്റെന്ന് പ്രതിപക്ഷം. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ കുറവ് വരുത്തി റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.25%. വാർത്തകൾ വിശദമായി. ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വരുമാന വർധനയ്ക്കുള്ള മാർഗ്ഗങ്ങളും ഉൾപ്പെടുത്തി 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് സംസ്ഥാനം മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് എത്തിയതായി ധനമന്ത്രി വ്യക്തമാക്കി. അതിവേഗ വളർച്ചയുടെ പാതയിലാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ. സംസ്ഥാനം ടേക്ക് ഓഫിന് സജ്ജമാണെന്നും ധനമന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന ബജറ്റിൽ 750 കോടി രൂപ വകയിരുത്തുന്നതായി ധനമന്ത്രി അറിയിച്ചു. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും. ഉരുൾപൊട്ടലിൽ 1202 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ. കേന്ദ്രത്തിൽ നിന്നും നീതിപൂർവമായ സഹായം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത്. ദുരന്തത്തിൽ 254 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 44 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 2007 വീടുകൾ തകരുകയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവന മാർഗ്ഗമില്ലാതാവുകയും ചെയ്തു. ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഏകദേശം 1202 കോടിയാണ്. പുനർനിർമ്മാണത്തിനുള്ള പുനരധിവാസ ചെലവിന് 2221 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയിട്ടുള്ളത്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ജീവനക്കാരോടും പെൻഷൻകാരോടുമുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിബദ്ധത ധനമന്ത്രി ബജറ്റിൽ ആവർത്തിച്ചു വ്യക്തമാക്കി. 1 ഗഡു ക്ഷാമബത്ത കൂടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏപ്രിൽ മാസത്തിൽ അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യും. 1900 കോടി രൂപയാണ് ഇതിനായി ചെലവ് വരിക. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപയും ഈ മാസം തന്നെ വിതരണം ചെയ്യും. 2 ഗഡു DA കുടിശ്ശികയുടെ ലോക്കിംഗ് കാലാവധി ഒഴിവാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ UPS മാതൃകയിൽ സംസ്ഥാന ജീവനക്കാർക്കായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കും. ദിവസവേതനക്കാരുടെയും കരാർ ജീവനക്കാരുടെയും വേതനം 5% വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിന് സർക്കാർ വളരെയേറെ പ്രാധാന്യം നൽകുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സംസ്ഥാന ബജറ്റ്. തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. കൊച്ചി മെട്രോയുടെ വികസനം ഉറപ്പുവരുത്തുന്നതിനൊപ്പം കോഴിക്കോട് മെട്രോയും യാഥാർത്ഥ്യമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. വിശദാംശങ്ങളിലേക്ക്. കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും കേന്ദ്രീകരിച്ച് നഗരവികസനത്തിന് മെട്രോപൊളിറ്റൻ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നതിന് കേന്ദ്ര സഹായം തേടും. പൊതുമരാമത്ത് റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്കായി 3061 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ വികസന പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 1000 കോടി രൂപ അനുവദിക്കും. സംസ്ഥാനത്ത് 6 വരി ദേശീയപാതയുടെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. തീരദേശപാതയും മലയോര പാതയും പൂർത്തിയാക്കും. തിരുവനന്തപുരം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ രൂപീകരിക്കും. സംസ്ഥാനത്ത് പുതിയ IT നയം അന്തിമഘട്ടത്തിലാണെന്നും ധനമന്ത്രി പറഞ്ഞു. കൊല്ലത്തും കൊട്ടാരക്കരയിലും കണ്ണൂരിലും IT പാർക്കുകൾ ആരംഭിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി 15,980 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനത്തിനായി 1033 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തനത് നികുതി വർധനയുടെ ഫലമായാണ് കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ധനക്കമ്മി 2.9%, റവന്യൂ കമ്മി 1.58% കുറയ്ക്കാൻ സാധിച്ചു. പൊതുകടം കുറയ്ക്കാനും തനത് വരുമാനം വർദ്ധിപ്പിക്കാനും സർക്കാരിന് സാധിച്ചു. സംസ്ഥാനത്തിന്റെ ധനഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയാണെന്നും ശ്രീ ബാലഗോപാൽ പറഞ്ഞു. ധനകമ്മീഷൻ ഗ്രാന്റ്, പദ്ധതി വിഹിതം എന്നിവ തുടർച്ചയായി വെട്ടിക്കുറയ്ക്കുന്നതും കിഫ്ബി വായ്പ കടമായി കണക്കാക്കുന്നതും സംസ്ഥാനത്തെ ബാധിച്ചു. 14ാം ധനകമ്മീഷനിൽ നിന്നും കൂടുതൽ ഗ്രാന്റ് പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമാക്കി മാറ്റാൻ പഠനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. 1,52,351 കോടി രൂപയുടെ റവന്യൂ വരുമാനവും 1,79,476 കോടിയുടെ ചെലവുമാണ് സംസ്ഥാനം അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ കോടതി ഫീസുകൾ പരിഷ്കരിക്കുമെന്നും ഇതിലൂടെ 150 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. ഭൂനികുതി സ്ലാബുകളിലെ നിരക്കുകൾ 50% വർദ്ധിപ്പിച്ചു. 100 കോടിയുടെ അധിക വരുമാനമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചതിലൂടെ 55 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. വൈദ്യുത വാഹനങ്ങളുടെ നികുതിയും വർദ്ധിപ്പിച്ചു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ 10%ആയിരിക്കും നികുതി. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിലൂടെ 1 ലക്ഷം വീടുകൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കും. ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി സഹകരണ ഭവന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇടത്തരം വരുമാനക്കാർക്ക് താങ്ങാനാവുന്ന വിധത്തിൽ 1 ലക്ഷം വീടുകൾ നഗര മേഖലകളിൽ പദ്ധതിയിലൂടെ നിർമ്മിക്കും. സംസ്ഥാനത്തെ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി തിരുവനന്തപുരത്ത് ഔദ്യോഗിക ബിസിനസ് വികസന കേന്ദ്രം സ്ഥാപിക്കും. ഈ സർക്കാരിന്റെ കാലത്ത് 10,000 പുതിയ തസ്തികകൾ സംസ്ഥാനത്ത് സൃഷ്ടിച്ചതായും PSC വഴി 8,293 പേർക്ക് നിയമനം നൽകിയതായും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിനായി 6 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2025-26 വർഷത്തിൽ ആരോഗ്യമേഖലയ്ക്ക് 10,431 കോടി രൂപ നീക്കിവച്ചതായി ധനമന്ത്രി അറിയിച്ചു. കാരുണ്യ പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ 700 കോടി രൂപ നീക്കിവച്ചു. കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിന് 50 കോടി രൂപ വകയിരുത്തി. വയോജന പരിപാലനത്തിനായി 50 കോടി രൂപയും നീക്കിവച്ചു. മുതിർന്ന പൌരന്മാർക്ക് ഓപ്പൺ എയർ വ്യായാമ കേന്ദ്രങ്ങൾ ഒരുക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. ടൂറിസം അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കെ ഹോം പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ പരിപാലിച്ച് വിനോദസഞ്ചാരികൾക്ക് മിതമായ നിരക്കിൽ താമസ സൌകര്യം ഒരുക്കുന്നതാണ് പദ്ധതി. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പാക്കുക. പ്രാരംഭ ചെലവിനായി 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരൂർ തുഞ്ചൻ പറമ്പിൽ MT സ്മാരകത്തിന്റെ ആദ്യഘട്ടത്തിന് 5 കോടി രൂപ പ്രഖ്യാപിച്ചു. വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിനായി 5 കോടി രൂപയും കൊച്ചി മുസിരിസ് ബിനാലെയുടെ 2025-26 എഡിഷനായി 7 കോടി രൂപയും വകയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ മുൻകൂട്ടി സമർപ്പിക്കാത്തതിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത് സംബന്ധിച്ച ക്രമപ്രശ്നം സഭയിൽ ഉന്നയിച്ചു. ഇന്ന് രാവിലെയാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത്. നവകേരള നിർമ്മാണത്തിന് കുതിപ്പ് നൽകാൻ കഴിയുന്നതാണ് സംസ്ഥാന ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനവും ജനക്ഷേമവും മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് ബജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. ബദൽ വിഭവ സമാഹരണത്തിന്റെ വഴികൾ കണ്ടെത്തി കേരളം അതിജീവിക്കുമെന്നതിന്റെ തെളിവ് രേഖ കൂടിയാണ് ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതിയാണ് സംസ്ഥാന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ബജറ്റാണിതെന്നും സർക്കാരിന്റെ ബാധ്യത തീർക്കാനുള്ള തുക പോലും ബജറ്റിൽ വകയിരുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചു. റിപ്പോ നിരക്ക് 6.5% നിന്ന് 6.25% കുറച്ച് റിസർവ് ബാങ്ക്. 5 വർഷത്തിനിടെ ആദ്യമായാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ RBI കുറവ് വരുത്തുന്നത്. വായ്പാ പലിശ നിരക്കും ഇതുമൂലം കുറയും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ മുംബൈയിൽ ചേർന്ന പണനയ അവലോകന സമിതിയുടെ ത്രൈമാസ യോഗം ഐകകണ്ഠമായാണ് തീരുമാനമെടുത്തത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വരുമാന വർധനയ്ക്കുള്ള മാർഗ്ഗങ്ങളും ഉൾപ്പെടുത്തി 2025-26 സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. വയനാട് പുനരധിവാസത്തിന് 750 കോടി രൂപ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിക്കും. കരാർ ജീവനക്കാർക്ക് 5% വേതന വർധന. തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം ആരംഭിക്കും. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ വികസന പദ്ധതി നടപ്പാക്കുമെന്നും ധനമന്ത്രി. സംസ്ഥാനത്തെ കോടതി ഫീസുകൾ പരിഷ്കരിക്കും. ഭൂനികുതി സ്ലാബുകളിൽ 50%
ശതമാനം വർധന. നവകേരള നിർമ്മാണത്തിന് കുതിപ്പ് നൽകുന്നതാണ് സംസ്ഥാന ബജറ്റെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ബജറ്റെന്ന് പ്രതിപക്ഷം. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ കുറവ് വരുത്തി റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.25%. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.